ഹലോ, എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആദ്യമായിട്ടാണ് വീഡിയോയിൽ വരുന്നത്. നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 4 വർഷത്തോളം ആയിട്ടുണ്ട്. സ്റ്റാർട്ടിങ് മുതലേ വീഡിയോസ് കാണുന്നവർക്കറിയാം ഞാൻ ഈ ചാനലിൽ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വീഡിയോസാണ് അപ്ലോഡ് ചെയ്യാറുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ വീഡിയോ കണ്ടു നോക്കിയിട്ട് ഇഷ്ടമായ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ല് മറക്കാണ്ട് ക്ലിക്ക് ചെയ്തേക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾ തംബ്നെയിലിൽ കണ്ടിട്ടുണ്ടാവും, ഒരു ആക്രിലിക് പെയിൻറ്റിംഗ് ആണ്. അത് ഞാൻ എങ്ങനെയാണ് ചെയ്തതെന്നുള്ളത് നമുക്ക് കണ്ടിട്ട് വരാം. ഞാനിവിടെ ഒരു ക്യാൻവാസ് ബോർഡ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അക്രിലിക് പെയിൻറ്റ് വേണം. വൈറ്റ് കളർ അക്രിലിക് പെയിൻറ്റിൽ ഒരല്പം ബ്ലാക്ക് കളർ മിക്സാക്കി ഒരു ഗ്രേ ഷെയ്ഡ് ആക്കിയിട്ടാണ് ഞാനിതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പോണത്. ഈ ക്യാൻവാസ് ബോർഡ് മുഴുവനായിട്ടും ഈ ഗ്രേ കളർ വെച്ചിട്ട് പെയിൻറ്റ് ചെയ്തെടുക്കാം. അതായത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഈ ഒരു ഗ്രേ ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ ഞാനത് ഫുള്ള് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഡാർക്ക് ഗ്രീൻ കളറ് പെയിൻ്റാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഫാൻ ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ പെയിൻറ്റ് ചെയ്യണത്. ഫാൻ ബ്രഷ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ പുല്ല് അല്ലെങ്കിൽ മരങ്ങൾ അങ്ങനെയുള്ളതൊക്കെ എളുപ്പത്തിൽ അതിൻ്റെ ആ ഒരു എഫക്റ്റ് കിട്ടുന്ന രീതിയിൽ നമുക്ക് പെയിൻറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. വെറുതെ ഇതുപോലെ ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. ആ ഒരു ഇലകളൊക്കെ പോലെ തോന്നണ രീതിയിൽ നമുക്ക് പെയിൻറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി ഞാനിതിൻ്റെ മേൽഭാഗത്ത് പെയിൻറ്റ് ചെയ്യാണ്. ഡാർക്ക് ഗ്രീൻ കളർ തന്നെയാണ് യൂസ് ചെയ്യണത്. ഇതേപോലെ ഫാൻ ബ്രഷ് യൂസ് ചെയ്ത് ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഷേപ്പൊന്നും പ്രശ്നമല്ല കേട്ടോ, മരമാണ് വരച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് തോന്നുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതിയാവും. അങ്ങനെ ഞാനത് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബ്ലാക്ക് കളർ പെയിൻറ്റ് യൂസ് ചെയ്ത് കുറച്ച് തിന്നായിട്ടുള്ള ബ്രഷാണ് യൂസ് ചെയ്യണത്. എന്നിട്ട് ഇതേപോലെ മരത്തിൻ്റെ കൊമ്പും ചില്ലുകളും ഒക്കെ ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ഇഷ്ടപ്രകാരം എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് വരച്ചു കൊടുക്കാവുന്നതാണ്. കുറേ കൊമ്പും ചില്ലുകളൊക്കെ വരച്ചു കൊടുക്കുക. പിന്നെ ഞാൻ ലൈനർ ബ്രഷ് എടുത്തിട്ടുണ്ട്, വളരെ തിന്നായിട്ടുള്ളത്. എന്നിട്ട് അത് യൂസ് ചെയ്ത് ചെറിയ ചെറിയ കൊമ്പുകളൊക്കെ വരച്ചു കൊടുക്കുകയാണ്. അങ്ങനെ സമയമെടുത്ത് ഞാൻ പതുക്കെ അത് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഉണങ്ങണം. ഉണങ്ങിയതിന് ശേഷം ഞാനിവിടെ ഒരു ടവൽ എടുത്തിട്ടുണ്ട്, മൈക്രോ ഫൈബർ ടവൽ എടുത്തിട്ടുണ്ട്. ഇത് വെള്ളത്തിലൊന്ന് മുക്കി നന്നായിട്ട് പിഴിഞ്ഞതിന് ശേഷം നമ്മൾ വൈറ്റ് കളർ അക്രിലിക് പെയിൻറ്റ് ആക്കി കൊടുക്കാം. എന്നിട്ട് ഈ നനഞ്ഞ ടവൽ യൂസ് ചെയ്ത് ഈ പെയിൻറ്റ് ഇതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പോവാണ്. നമ്മളിപ്പോൾ വരച്ചിട്ടുള്ള ഈ മരം ഫുള്ള് കവർ ചെയ്യണ രീതിയിൽ ഞാൻ ഈ വൈറ്റ് കളറാക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ വരച്ചത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടാവണം. പിന്നെ ഈ ടവൽ നനഞ്ഞ ടവലായിരിക്കണം. അതേപോലെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ വൈറ്റ് കളർ എല്ലാ സ്ഥലത്തും ഒരേ അളവിൽ വേണം അപ്ലൈ ചെയ്യാനായിട്ട്. അതായത് ചില സ്ഥലങ്ങളിൽ കൂടുതലായിട്ട് വൈറ്റ് കളർ ഉണ്ടാവുക, അങ്ങനെ പാടില്ല. സമയമെടുത്ത് പതുക്കെ അത് ചെയ്തെടുക്കുക. ഈ താഴെയുള്ള പുല്ലുകളുണ്ടല്ലോ, അതിലും കുറച്ച് ഞാൻ വൈറ്റ് കളറാക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ സമയമെടുത്ത് ഇതിപ്പോൾ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം താഴ്ഭാഗത്ത് വീണ്ടും ഞാൻ ഡാർക്ക് ഗ്രീൻ വെച്ചിട്ട് പെയിൻറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മളിപ്പോൾ ചെയ്ത ഈ സ്റ്റെപ്പുകളൊക്കെ റിപ്പീറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. താഴത്ത് വരച്ചു കൊടുത്തതിന് ശേഷം മേലെ നമ്മൾ ഇലകൾ വരച്ചു കൊടുക്കുകയാണ്. നമ്മൾ ആദ്യം വരച്ച മരങ്ങളുണ്ടല്ലോ, അത് ചെറുതായിട്ട് ഇങ്ങനെ പുറത്തേക്ക് കാണാനുണ്ടല്ലോ, അതിനെ ഫുള്ള് കവർ ചെയ്യുന്ന രീതിയിൽ നമ്മളിപ്പോൾ വരയ്ക്കരുത്. കുറച്ചൊക്കെ ആ മരങ്ങൾ പുറത്ത് കാണണം. അതിനുശേഷം മരത്തിൻ്റെ കൊമ്പും ചില്ലുകളും വരച്ചെടുക്കുകയാണ്. നമ്മൾ ആദ്യം വരച്ച മരത്തിനേക്കാട്ടിലും കുറച്ച് തിക്നെസ് കൂട്ടി വേണം ഇപ്പോൾ വരയ്ക്കാനായിട്ട്. അതായത് നമ്മൾ ഏറ്റവും ആദ്യം വരച്ച മരം ഏറ്റവും ദൂരെയുള്ള മരങ്ങളാണ്. അപ്പോൾ നമുക്ക് കാണുമ്പോൾ അത് തിന്നായിട്ടാണ് ഫീൽ ചെയ്യുക. ഇപ്പോൾ വരയ്ക്കുന്നത് കുറച്ചും കൂടി അടുത്തുള്ള മരങ്ങളാണ്. അപ്പോൾ കുറച്ചും കൂടി ഒരു തിക്നെസ്സിൽ വേണം നമ്മൾ വരച്ചെടുക്കാനായിട്ട്. അങ്ങനെ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതും നന്നായിട്ട് ഉണങ്ങാൻ വെയിറ്റ് ചെയ്യുക. ഉണങ്ങിയതിന് ശേഷം മുമ്പ് ചെയ്ത പോലെ നനഞ്ഞ ടവൽ യൂസ് ചെയ്ത് വൈറ്റ് കളർ പെയിൻറ്റ് ഇതേപോലെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മളിങ്ങനെ ടവൽ യൂസ് ചെയ്ത് വൈറ്റ് കളർ പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കണില്ലേ, ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു മഞ്ഞ മൂടിയ എഫക്റ്റ് കിട്ടണത്. നമ്മൾ ഓരോരോ ലെയറായിട്ടാണ് ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് എടുക്കണത്. അതായത് ആദ്യം വരച്ച മരങ്ങളില്ലേ, ദൂരെയുള്ള മരങ്ങൾ, അത് കുറച്ച് കൂടുതലായിട്ട് ഇങ്ങനെ മഞ്ഞിൻ്റെ ഉള്ളിൽ മൂടിപ്പോയ പോലെ നമുക്ക് ഫീൽ ചെയ്യണം. ഇനി നമ്മൾ മുമ്പത്തെ സ്റ്റെപ്സൊക്കെ റിപ്പീറ്റ് ചെയ്യാണ്. താഴ്ഭാഗത്ത് ഗ്രീൻ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ 2 സൈഡിലായിട്ട് ഓരോരോ മരങ്ങൾ വരച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ വരയ്ക്കുന്ന മരങ്ങൾ ഏറ്റവും അടുത്തുള്ള മരങ്ങളാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് തിക്നെസ് കൂട്ടിയാണ് ഞാൻ വരച്ചെടുത്തിട്ടുള്ളത്. അതുപോലെ അതിന് കൊമ്പുകളും ചില്ലകളൊക്കെ വരച്ച് കൊടുക്കുക. ഇനി ഇതിൻ്റെ മേലെ നമ്മൾ ടവൽ യൂസ് ചെയ്ത് വൈറ്റ് കളർ അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ഏറ്റവും അടുത്ത് കാണുന്ന മരങ്ങളാണ്. ഇനി താഴ്ഭാഗത്ത് നോർമൽ ഗ്രീൻ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഡാർക്ക് ഗ്രീൻ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ലൈറ്റ് ഗ്രീൻ കളർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 3 കളേഴ്സ് അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. ലൈറ്റ് ഗ്രീൻ കളർ ഇല്ലയെന്ന് വെച്ചാൽ നമ്മൾ ഗ്രീൻ കളറിൽ കുറച്ച് യെല്ലോ കളറൊന്ന് മിക്സ് ആക്കിയാൽ നമുക്ക് ഈ ഒരു ഷെയ്ഡ് കിട്ടും. അപ്പോൾ അത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതിയാവും.
ഇനി നമ്മൾ മേലെ നമുക്ക് കുറച്ച് ഇലകളൊക്കെ വരച്ചു കൊടുക്കണം. അപ്പോൾ അതിനും ഞാൻ ഈ 3 കളേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഗ്രീൻ കളറും ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീനും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മരം പോലെ തോന്നിക്കണ രീതിയിൽ നമ്മളിങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുകയാണ് ചെയ്യണത്. നമ്മളത് സമയമെടുത്ത് പതുക്കെ ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഈ മരത്തിൽ ഹൈലൈറ്റ് ചെയ്യേണ്ട ഭാഗം ഗ്രേ കളർ യൂസ് ചെയ്തൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ സൈഡിൽ മാത്രമായിട്ടാണ് ഞാനങ്ങനെ ചെയ്തെടുക്കുന്നത്. അത് ചെറുതായിട്ടൊന്നും ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്താൽ മതിയാവും. പിന്നെ താഴ്ഭാഗത്തായിട്ട് നമ്മുടെ നനഞ്ഞ ടവൽ യൂസ് ചെയ്ത് വൈറ്റ് കളർ പെയിൻറ്റ് അവിടെ ഇവിടെ ആയിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു മഞ്ഞ് പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തെടുക്കുന്നത്. അങ്ങനെ നമ്മളുടെ പെയിൻറ്റിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു മഞ്ഞിൻ്റെ എഫക്റ്റൊക്കെ നല്ല രീതിയിൽ തന്നെ നമുക്ക് പെയിൻറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് പറയുക. പിന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് എനിക്ക് ഫോട്ടോ മെയിൽ ചെയ്ത് തരണം. മെയിൽ ഐ ഡി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഞാനിന്ന് പോവാണ്. വേറെ വീഡിയോ ആയിട്ട് വരാം. വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും